ബഹുമാന്യരായ മാതാപിതാക്കളും സഹോദരങ്ങളും ആയുള്ളവർ, അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവചനത്തിലെ ചില വേദഭാഗങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുവിന്റെ സ്നേഹവും സമാധാനവുമൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലും ഭവനങ്ങളിലും എന്നും എപ്പോഴും ആയിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നിപ്പോൾ വിവിധ രാജ്യങ്ങൾ തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സമാധാനവും മനുഷ്യനില്ലാത്ത ഒരു അന്തരീക്ഷം. എന്നാൽ നമ്മൾ അപ്രകാരമല്ല. നമുക്ക് യുദ്ധമില്ല എന്നല്ല, നമുക്ക് യുദ്ധമില്ല. എന്നാൽ നാം മനുഷ്യരോടല്ല യുദ്ധം ചെയ്യുന്നതെന്ന് മാത്രം. മനുഷ്യരോട് യുദ്ധം ചെയ്തെന്നാൽ ആരെങ്കിലും ഒരാൾ ജയിക്കുമല്ലെങ്കിൽ ഒരാൾ തോക്കും എന്നുള്ളതാണ്. എന്നാൽ തിരുവചനം പറയുന്നത് ജഡരക്തങ്ങളോടല്ല യുദ്ധം. ഓരോ മനുഷ്യന്റെയും ജീവിത ലക്ഷ്യത്തെ തെറ്റിച്ചു കളയുന്ന, അവന്റെ ആഗ്രഹങ്ങളെ നശിപ്പിച്ചു കളയുന്ന, പരസ്പരം സ്നേഹിക്കുവാനുള്ള ഒരു നല്ല മനസ്സ് അവനിൽ നിന്ന് നീക്കിക്കളയുക, വലിയ രോഗങ്ങളിട്ട് പോരാടിക്കൊണ്ട് മനുഷ്യന്റെ സാമ്പത്തികമായ എല്ലാ സ്ഥിതികളെയും നശിപ്പിക്കുക. അതുപോലെ തന്നെ മനുഷ്യനിൽ നിന്ന് സ്നേഹവും പരസ്പര സഹായങ്ങളൊക്കെയും എടുത്തു കളയുക എന്നൊക്കെയുള്ളതാണ് മനുഷ്യന് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പോരാട്ടം. അതിനെതിരെ നമുക്ക് മാനുഷികമായി ജയിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ ബുദ്ധിയുണ്ട്, നമ്മുടെ ബലം, നമ്മുടെ സാമ്പത്തികം എല്ലാം നമുക്കുണ്ടെങ്കിലും അന്ധകാരത്തിന്റെ ശക്തിയോട് പോരാടി ജയിക്കാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. അത് നമ്മളെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് പരാജയപ്പെടുത്തുമെന്നാൽ ദൈവം പറയുന്നത് അങ്ങനെയല്ല. ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ ഈ ലോകത്തിന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കാരണം യേശു പറഞ്ഞത്, ഞാൻ ഈ ലോകത്തെ ജയിച്ചു, എനിക്കുള്ളവരും ലോകത്തെ ജയിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 21 മുതൽ ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. ഇവിടെ പറയുന്നത്, യേശു അവിടെ വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഹൃദയദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു കനാന്യ സ്ത്രീയെ ആണ്. കനാന്യ സ്ത്രീ എന്ന് പറയുന്നത് അവർക്ക് ദൈവവുമായി വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്തവർ. അവരാണ് വന്ന യേശുവിനോട് പറയുന്നത്, എന്റെ മകൾ
ഭൂതോപദ്രവം കഠിനമായി വീട്ടിൽ ഇരിക്കുകയാണ് നിങ്ങളെ സൗഖ്യമാക്കണമെന്ന്. പക്ഷെ യേശു ആ സ്ത്രീയോട് ഒരു മറുപടിയും പറയാതെ കടന്നു പോവുകയാണ് ഉണ്ടായത്. അവൻ അവളോട് ഒരു വാക്കിന് ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്ന് അവൻ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ഇസ്രായേൽ ഗൃഹത്തിൽ നിന്ന് അനേകം ആടുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, കൂട്ടം തെറ്റിപ്പോയിട്ടുണ്ട്. കാരണം യേശുവിനെ അറിയാതെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ, യേശു ക്രിസ്തു തന്നെയാണ് എന്റെ പാപത്തിന്റെ പരിഹാരമെന്ന് തിരിച്ചറിഞ്ഞിട്ട് അറിയാതെ ജീവിക്കുന്ന ജനം, അവരെ തിരിച്ചു ചേർക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് യേശു ശിഷ്യന്മാരോട് പറയുവാൻ ഇടയായി. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൻ വന്ന് കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനെ അവൾ, അതേ കർത്താവ്, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നിറക്കുകൾ കൊണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നു. യേശുവിനെ പിൻപറ്റുന്നു ഒരു കാര്യവുമായി യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ആരാണെങ്കിലും അവരുടെ വിശ്വാസം വലുതാണോ എന്ന് കാണുമ്പോൾ, അവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് കാണുമ്പോൾ, അവർക്ക് സൗഖ്യം ലഭിച്ചു. അവരുടെ വീട്ടിലിരിക്കുന്ന മകൾ ആ സമയത്ത് തന്നെ സൗഖ്യമാണ്. കാരണം ദൈവത്തിൽ നാം വിശ്വസിക്കുമ്പോൾ, ദൈവത്തോട് നാം അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിനക്ക് നടത്തിത്തരുവാൻ കഴിയും. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. അങ്ങനെയുള്ള ദൈവത്തോട് അത്യാവശ്യക്കാര് പറയേണ്ടത്, എന്റെ കാര്യം ഇതാണ്, അത് നിനക്ക് ചെയ്തു തരുവാൻ കഴിയും, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നല്ല, അല്ലെങ്കിൽ നിനക്ക് കഴിവുണ്ടെങ്കിൽ എന്നല്ല. ദൈവത്തിന് സാധ്യമായതിൽ ഒന്നുമില്ലാത്ത എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ വിശ്വാസം ഏറ്റവും വലുതായിരിക്കുന്നത് കൊണ്ട് എന്റെ മകൾക്ക് സൗഖ്യം നൽകണം എന്നവൾ അപേക്ഷിക്കുമ്പോൾ, യേശുവളുടെ വിശ്വാസം കണ്ടിട്ട് നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് സാധിക്കട്ടെ എന്ന് അവളോട് ഉത്തരം പറയുകയും ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യമുണ്ടാവുകയും ചെയ്തതായി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ടു. പക്ഷപാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നതും അവന്റെ പാപങ്ങളെ മോചിച്ചു കൊടുക്കുന്നതും ഒരുപോലെയാണ്. പാപം നിമിത്തമാണ് മനുഷ്യന് അനേക കുഴപ്പങ്ങൾ ഈ ലോകത്ത് അവൻ നേരിടുന്നതും അനുഭവിക്കുകയും അതിന് കീഴ്പ്പെടുകയും ഒടുവിൽ പരാജയം സമ്മതിച്ച് ദൈവത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. എന്നാൽ ഇവിടെ യേശു പറഞ്ഞത്, നിന്റെ വിശ്വാസം, ഈ ചുമന്ന കൊണ്ടുവരുന്ന മനുഷ്യന്റെ വിശ്വാസം അത്ര വലുതായിരുന്നു യേശുവിന്റെ അടുത്ത് കൊണ്ടുചെന്നാൽ
അല്ലെങ്കിൽ യേശുവിന്റെ അകത്ത് ഈ തളർവാരക്കാരനെ എത്തിച്ചാൽ യേശുവിനെ നടത്തും എന്നുള്ള വിശ്വാസം അവരിലുണ്ടായിരുന്നു. ആ വിശ്വാസം കണ്ടപ്പോഴാണ് അവിടെ പറയുകയാണ്, യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട് മകനെ ധൈര്യമായിരിക്കാം, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സൗഖ്യം സംഭവിച്ചിരിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ സാമ്പത്തികമില്ല, ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അതിനാവശ്യമായ സമ്പത്ത് നമുക്കുണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ലൊരു ജോലി ഉണ്ടാകണമെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് നമ്മുടെ ചിന്ത. ചിലപ്പോൾ പലരെയും കണ്ടുകൊണ്ടായിരിക്കും നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുന്നത്. എന്നാൽ മാനുഷികമായതല്ല, ദൈവികമായിട്ടുള്ള ചിന്തകൾ മനുഷ്യന് ഉണ്ടാകണമെങ്കിൽ അവൻ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ ജ്ഞാനവും പരിജ്ഞാനവും അവന് പകർന്നു കൊടുക്കുന്നതും അതിൽ കൂടി അവൻ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുകയും ദൈവത്തിൽ നിന്ന് അവന് ലഭിക്കേണ്ടതായ അനുഗ്രഹങ്ങളെ പ്രാപിക്കുകയും ചെയ്യുക എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഇവിടെ പതറിപ്പോയി തളർന്നു വീഴുവാനുള്ളതല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയല്ല നാം ജീവിക്കേണ്ടത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ മനുഷ്യനും എത്ര വലിയ പ്രതികൂല സാഹചര്യങ്ങൾ അവന്റെ മുൻപിൽ വന്നാലും അതിനെയൊക്കെയും അതിജീവിക്കുവാനുള്ള ശക്തി ദൈവം അവന് പകർന്നുകൊണ്ട് അങ്ങനെ ദൈവികമായ ശക്തി നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൽ വിശ്വാസം. അതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ആയതിനാൽ നമ്മുടെ ജീവിതം, നമ്മുടെ ഹൃദയം ഏറ്റവും നമ്മെ സ്നേഹിക്കുകയും നമുക്ക് നല്ല മാർഗങ്ങളെ ഉപദേശിച്ചു തരികയും അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിൽ കൂടി നമ്മളെ നടത്തുകയും ദൈവത്തിന്റെ ഹിതം ഉന്നതേവം അനുസരിച്ച് നാം മുൻപോട്ട് ജീവിതം നയിക്കുകയും ചെയ്യുവാൻ വേണ്ടി മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തിന്റെയും പരിഹാരത്തിനു വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ മരിച്ച് അവസാനിച്ചു പോകുകയല്ല. കാരണം മനുഷ്യന്റെ ആത്മാവിന് നാശമില്ല. അത് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് കൂടെ ആയിരിക്കണമെങ്കിൽ ദൈവം വിശുദ്ധനായതുപോലെ നമ്മളും വിശുദ്ധരായിരിക്കണം. നമ്മൾ വിശുദ്ധരാകണമെങ്കിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരം, അതായത് നമ്മുടെ അശുദ്ധിക്ക് കാരണമായ അത് നമ്മളിൽ ആ അശുദ്ധി നമ്മളിൽ നിന്ന് നീക്കിക്കളയുക, സ്വന്തം രക്തം നീക്കിയ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കും. അതിനും വരെ നമുക്ക് ലോക ജീവിതത്തിൽ ഒന്നും നേടുവാനില്ല. ഇവിടെ പണം സമ്പാദിച്ചെന്നാൽ നമുക്ക് എന്ത് ലഭിക്കും? കുറച്ചു നാൾ കഴിയുമ്പോൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് നാം ഇവിടെ മടങ്ങിപ്പോകും. എന്നാൽ ഒന്നും തിരുമ്പെടുക്കാത്തതും ദ്രവിച്ചു പോകാത്തതുമായ ഒരു സ്ഥലമുണ്ട്, ഒരു നിത്യത. ആ നിത്യതയിൽ നമുക്ക് ദൈവത്തോട് കൂടെ ആയിരിക്കും. ഒരു ധനവാനായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം അതിസമ്പന്നനാണ്, അല്ലാതെ ചെറിയ സമ്പന്നനാണ്. ഈ അതിസമ്പന്നൻ യേശുവിന്റെ പിന്നാലെ ചെന്ന് യേശുവിനോട് പറഞ്ഞ് നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് അവൻ യേശുവിനോട് ചോദിച്ചു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ കടന്നു പോകുന്നുണ്ട്. യേശു അവനോട് പറഞ്ഞു, നിനക്കുള്ള സമ്പത്തൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തതിന് ശേഷം നീ എന്റെ പിന്നാലെ വരിക. അതിസമ്പന്നനായ മനുഷ്യൻ എന്റെ സമ്പത്ത് മുഴുവൻ പോകും എന്നുള്ള സങ്കടപ്പെട്ട് അവൻ യേശുവിന്റെ അടുത്ത് നിന്ന് ഓടി തിരിച്ചു. ഇവിടെ ഒരു പ്രധാന കാര്യം പറയുവാനുള്ളത്,
ഇന്ന് നാം ശ്രദ്ധിക്കണം. ഈ ബൈബിൾ വായിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചെന്നാൽ ആ ഒരു സമ്പന്നൻ ഓടിപ്പോയി കഴിഞ്ഞ് പിന്നെ ഇതേവരെ ഒരു സമ്പന്നനും കർത്താവിന്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുള്ള നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണം? കാരണം അവന്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് നഷ്ടപ്പെട്ടു പോകും എന്ന് യേശു പറഞ്ഞെങ്കിലോ എന്നുള്ള ഭയത്തിലാണ്. അതിനാൽ നിത്യജീവനാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതാണ് നമുക്ക് നേടേണ്ടത്. അത് നേടണമെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ അത് കഴിയുകയുള്ളൂ എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആയതിനാൽ തിരുവചനം കേട്ട നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ.